സംശയങ്ങളിലേക്ക് പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക. സന്ദീപ് വാര്യർ കൊടപ്പരക്കലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നത് സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുരണനമാണ്. ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി മൂന്നാമതും ഭരണത്തിലെത്തുക അസാധ്യമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പിണറായിയുടെ യു ടേൺ എന്ന് ലീഗ് നേതാവ് KN ഖാദറും തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കി. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പിണറായി സമയം കണ്ടെത്തി. പഴയ തങ്ങളുമാരെ പോലെയല്ല, ജമാഅത്തയുടെ മറ്റൊരു രൂപമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനിശ്ചിത വിമർശനമാണ് നടത്തിയത്. അത് ലീഗിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ചന്ദ്രിക പറയുന്നത്? ചന്ദ്രികയിൽ പ്രധാനമായി പറയുന്ന കാര്യം, കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് തങ്ങളുടെ കുടുംബം, പാണക്കാട് കുടുംബം. ആ പാണക്കാട് കുടുംബത്തിനെതിരെ മുഖ്യമന്ത്രി ബോധപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നാണ് ഈ ലേഖനത്തിൽ എഡിറ്റോറിയലിൽ എടുത്തു പറയുന്ന കാര്യം. അതോടൊപ്പം സംഘപരിവാർ അജണ്ടകൾക്ക് മുമ്പിൽ മുഖ്യമന്ത്രി വഴങ്ങിക്കൊടുക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്ന പരാമർശമുണ്ട്. പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടും ഉന്നത ഉദ്യോഗസ്ഥർക്ക് RSS നേതാക്കളുമായി നടത്തിയ ബന്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് രാഷ്ട്രീയമായ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കം, അതായത് അവിടെ ആർക്കാണ് ഇത്തരത്തിലുള്ള ബാന്ധവം എന്ന് വ്യക്തമാണ്. ഇത്തരം വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി ബോധപൂർവം പാണക്കാട് കുടുംബത്തിന് നേർക്ക് മുഖ്യമന്ത്രി അമ്പെയ്യുകയാണ് എന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം പാണക്കാട് കുടുംബത്തെ വിമർശിക്കാനുള്ള ഒരു അവകാശവും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇല്ല. അദ്ദേഹം സംഘപരിവാർ അജണ്ടയ്ക്ക് മുമ്പിൽ സ്വയം നിന്നു കൊടുക്കുകയാണ്. അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് ചന്ദ്രികയിലെ ഈ ലേഖനത്തിലും എഡിറ്റോറിയലിലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ KN ഖാദർ വളരെ പ്രധാനപ്പെട്ട വിമർശനം നടത്തുന്നുണ്ട്. അതിലൊന്ന് ഈ യു ടേൺ ആണ്. ന്യൂനപക്ഷ പ്രീണനത്തിൽ പിണറായി വിജയൻ നടത്തിയ യു ടേൺ, ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ ഉള്ള പുതിയ ശ്രമങ്ങൾ, മൂന്നാമതും അധികാരത്തിൽ വരാൻ പലവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഇതുവരെ തുടർന്ന നിലപാടിൽ ഉണ്ടാകേണ്ടി വരും. അതും കൃത്യമായി തന്നെയാണ് KN ഖാദറിൻ്റെത്. അവിടെ അദ്ദേഹം KN ഖാദർ പ്രധാനമായി പറയുന്ന കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എഡിറ്റോറിയൽ പരാമർശിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അല്പം കൂടി രൂക്ഷമായ തരത്തിലാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ എടുത്തു പറയുന്നത്, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹം കുറച്ചധികം നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു വിമർശനവും വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടിനും ചങ്ങാത്തത്തിനുമുള്ള ശ്രമം നടത്തുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്, അധികാരം ഉറപ്പിക്കാനായിട്ടുള്ള നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണം ഏതു വിധേനയും നിലനിർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ അജണ്ട. മുഖ്യമന്ത്രി അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി ഇതിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പാണക്കാട് തങ്ങൾക്കെതിരെ, സാദിഖ് അലി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനം ലീഗ് നേതൃത്വത്തെ മുഴുവൻ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകോപനമാണ് ഇത്തരത്തിൽ ലേഖനം എഴുതുന്ന തരത്തിലേക്ക്, എഡിറ്റോറിയൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എഴുതുന്ന തരത്തിലേക്കൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു വിമർശനം വരുന്നത്. സ്വാഭാവികമായി അത് തെരഞ്ഞെടുപ്പ് രംഗത്തും ചൂടേറിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതാണ് വളരെ പ്രധാനപ്പെട്ട വിമർശനം ലീഗ് ദിനപത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പിണറായി വിജയനെതിരെ ഉണ്ടാകുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് പിണറായിയും ലീഗും നേർക്കുനേർ വരുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു.